കെ സുധാകരൻ പൊട്ടിച്ച വെടി കോൺഗ്രസിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? ഇതാണ് കോൺഗ്രസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് പോലും വന്നിട്ടില്ല. ഫലം വന്നാൽ UDF തോൽക്കും എന്നതാണ് എല്ലാ സർവേകളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച കോൺഗ്രസിൽ ആരംഭിച്ചത്. കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോടുകൂടിയാണ് വലിയ ചർച്ചയായി മാറിയത്. AICC വിലക്കി ഇനി അത്തരം ചർച്ച വേണ്ട എന്ന്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു, അത്തരം ഒരു പോസ്റ്റ് കെ സുധാകരൻ ഇടാൻ പാടില്ലായിരുന്നു. അത്തരമൊരു ചർച്ച നിരോധിച്ചിരിക്കുന്നു. ഒരു കോൺഗ്രസ് നേതാവും കോൺഗ്രസ് പ്രവർത്തകരും അത്തരം ചർച്ചയിൽ പങ്കാളികളാകരുത് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. നിർദ്ദേശം നൽകി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ചർച്ച ഇനി വേണ്ട എന്ന് AICCയും KPCCയും. പക്ഷേ കെ സുധാകരന് ഇതൊന്നും ബാധകമല്ല. അദ്ദേഹത്തിന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചു. AICC തീരുമാനം വരുന്നതുവരെ, ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നതുവരെ അത്തരം ചർച്ചകളാകാം. അതൊന്നും കോൺഗ്രസിൽ തടയുന്നില്ല എന്നാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തുന്നവരുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അതിനൊരു വഴിയുണ്ട്, അതിനൊരു തിങ്കിങ് ഉണ്ട്. പക്ഷെ പാർട്ടിക്ക് ഇതിനൊരു രീതിയും ചട്ടങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ചർച്ച അനവസരത്തിലാണെന്നാണ് MK രാഘവൻ പ്രതികരിച്ചത്. അല്ല, അത് ഓരോരോ ആൾക്കും ഓരോരാളുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരത് പറയും. ആ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാൻ പറ്റാത്ത കൊണ്ട് സ്വീകരിക്കണ്ട. നിയുക്ത MLA അല്ല, അത് അവിടുത്തെ വോട്ടർമാരോട് പോയി ചോദിക്കും. അത് എന്നോട് ചോദിച്ചിട്ട് മനസ്സിലായോ? അതായത് ഇപ്പോ ഈ എംപിമാര് മത്സരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞവർ തന്നെ പിന്നീട് ഇവിടെ വന്നിട്ട് ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തി വേണ്ട എന്ന് പറയിച്ചു എന്നും കൂടി MK രാഘവൻ പറഞ്ഞിട്ടുണ്ട്. തന്നോടടക്കം മത്സരിക്കാൻ, തോൽക്കാവുന്ന മണ്ഡലാണ് തരുന്നത്, പക്ഷെ മത്സരിക്കണം എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇവിടെ വന്നാക്കിയത്. ഹൈക്കമാൻഡിനെ പഴി ചാരേണ്ടതില്ല എന്നാണ് MK രാഘവൻ പറഞ്ഞത്. നല്ല അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം, അതല്ലേ ശരിയും. അദ്ദേഹം പറഞ്ഞതല്ലേ ശരിയും, സ്വാഭാവികം. താങ്കളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു ഒരു സമ്മർദ്ദം ഉണ്ടായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാറിനോട് ആവശ്യപ്പെട്ടിരുന്നോ? അങ്ങനെ ഒരു നീക്കം നടത്തിയതായി എനിക്കറിയില്ല. ഹൈക്കമാൻഡാണ് തീരുമാനമെടുത്തത്. KPCC അല്ല, അതല്ലെങ്കിലും തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ്. എന്റെ അറിവിലില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിയത് എന്റെ അറിവിലില്ല. മുഖ്യമന്ത്രി ചർച്ച തുടങ്ങി വെച്ചത് എറണാകുളത്ത് നിന്നാണ്. അതൊന്നും എനിക്കറിയില്ല. അതിപ്പോ രാഘവനോട് എന്നെ പോയി ചോദിക്കുക. രാഘവന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ മറുപടി പറഞ്ഞതിൽ എന്താ അർത്ഥം? അതിന്റെ തീരുമാനം എടുക്കുന്നത് വരെ അത് ചർച്ചയാവാം. രാഷ്ട്രീയത്തിൽ നിങ്ങളത് ആദ്യം, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സർവീസുള്ളവരല്ലേ നിങ്ങൾ? ആ കോൺഗ്രസിന്റെ രീതി ഇത് തന്നെയാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെയാ പറയല്? VD സതീശന് ഇല്ലാത്ത പ്രശംസ എന്തുകൊണ്ടാണ് KCക്ക് ഉണ്ടാവുന്നത്? VD സതീശന് പോലും ഇല്ലാത്തൊരു പ്രശംസ എന്തുകൊണ്ടാണ് KCക്ക് ഉണ്ടാവുന്നത്? VD സതീശന് പോലും ഇല്ലാത്തൊരു പ്രശംസ KCക്ക് ഉണ്ടാവുന്നുണ്ട് കേരളത്തിൽ നിന്ന്. എന്റെ അറിവില്ല. ഞാൻ ഓക്കെ, താങ്ക് യു.